വെൽക്കം ടു സൂസ് പെപ്പ ക്യാൻഡി. എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ താരം, മിൽക്ക് ബ്രെഡ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇതിനായിട്ട് 1 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ എങ്കിലും മിനിമം ഇടണം, എന്നാലും മിൽക്ക് ബ്രെഡ് ആയതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ. അതുകൂടാതെ നല്ല ക്വാളിറ്റി ഈസ്റ്റ് എടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പ്രൂഫിങ്ങിനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്രോത്തൊക്കെ വന്ന് തുടങ്ങും. ഇനി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റിൻ്റെ മിക്സ് ശരിയായിട്ടുണ്ടാവും. അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അത് കൂടാതെ ഒരു അല്പം ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാൻ ശ്രദ്ധിക്കുക. സോൾട്ടഡ് ആണെങ്കിൽ ഉപ്പിൻ്റെ അംശം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഈസ്റ്റിൻ്റെ മണം വരാതിരിക്കാനായിട്ട് ഒരല്പം പാൽപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ബ്രെഡ് മേക്കിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്, നീഡിങ്. എത്രയും നന്നായി നമ്മൾ മാവ് കുഴയ്ക്കുന്നോ അത്രത്തോളം നമ്മുടെ ബ്രെഡ് സോഫ്റ്റ് ആയിരിക്കും. ഫുഡ് പ്രോസസ്സറോ അതല്ലെങ്കിൽ ഇതുപോലെ നീഡറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കുഴയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് നല്ല ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. ആദ്യം നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മുടെ മാവ് കയ്യിൽ അല്പം ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലായിരിക്കും. പക്ഷെ ഒരു 15 മിനിറ്റ് നന്നായി കുഴച്ച ശേഷം നമ്മളൊരല്പം എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് വെച്ച് മാവിൽ ഒരല്പം എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു നനഞ്ഞ തുണിയിട്ടോ അതല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് ഇട്ടോ ഇതൊരു 3-4 മണിക്കൂറൊന്ന് അടച്ചു വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഡബിൾ ദ സൈസ് ആവും. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാവ് ഇരട്ടിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്നും കൂടെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ 4 മണിക്കൂർ ഏകദേശം പറയാൻ കാരണം നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച്, അതായത് ടെമ്പറേച്ചർ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മാവ് വീണ്ടും നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചാലും മതി. വീണ്ടും ഒരു 15 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരുവമാണ്. ഇതിലേക്ക് നമ്മൾ ഒട്ടും മാവ് അഡീഷണൽ ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉള്ളിലോട്ട് മടക്കി വേണം ഈ മാവ് കുഴയ്ക്കാൻ. ഒരു 15 മിനിറ്റ് വീണ്ടും ഇങ്ങനെ കുഴച്ചതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ മാവ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. കൈ കൊണ്ട് പരത്തി എടുക്കുക, അതല്ലെങ്കിൽ റോളിംഗ് പിൻ വെച്ചോ ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ എല്ലാ സൈഡും അല്പം തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ബ്രെഡ് ഉണ്ടാക്കാം. പക്ഷേ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായി മാവ് കുഴയ്ക്കണം, ആവശ്യത്തിന് റെസ്റ്റിംഗ് ടൈം കൊടുക്കണം, പിന്നെ 3ാമതായിട്ട് നമുക്ക് നല്ല ക്ഷമയുണ്ടാകണം. ഇതുപോലെ ഒന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലേക്ക് പരത്തിയ ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക, റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സൈഡ് 2 സൈഡും ഉള്ളിലേക്കൊന്ന് ടക്കിൻ ചെയ്ത് വെച്ചിട്ട് ഒരു ബ്രെഡിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലോഫ് ബ്രെഡ് പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ബ്രെഡ് പാനിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കോർണറൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ, ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിൽ 180 ഡിഗ്രീസിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നിങ്ങളുടെ അവൻ ടെമ്പറേച്ചർ അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് ബ്രെഡ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അല്പം ഹാർഡായിരിക്കും കേട്ടോ. ചൂടോടെ എടുക്കുമ്പോൾ ബ്രെഡ് ഹാർഡായിരിക്കും, തണുക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിക്കോളും. ഇനി ബ്രെഡ് നന്നായി ബേക്കായോ എന്നറിയാനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. നമ്മളിതിങ്ങനെ ഒന്ന് തട്ടി നോക്കുമ്പോൾ ഈ ഒരു സൗണ്ട് വരണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ഒരു ഹോളോ സൗണ്ട് വരണം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെഡ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ബ്രെഡ് എപ്പോഴും തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. തലേദിവസം ഉണ്ടാക്കിയ ബ്രെഡാണ് പിറ്റേ ദിവസം കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ.
അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ബ്രെഡ് അല്ലേ? എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.